സർക്കാർ രൂപീകരണം എന്നുള്ള വിഷയത്തിലേക്ക് വരണം. കൊടുത്ത ഗ്യാരണ്ടികളുണ്ട്. സ്വാഭാവികമായും സണ്ണി ജോസഫ് കണ്ണൂർ എന്നുള്ളൊരു മന്ത്രിയായിട്ട് ഉണ്ടാവും. അങ്ങയുടെ മനസ്സിൽ എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ? ഏത് വകുപ്പായിരിക്കും അങ്ങ്, അതായത് KPC പ്രസിഡന്റ് ഒരു സേ ഉണ്ട്, അങ്ങ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന, താല്പര്യം നൽകുന്നത്? ഒരു തമാശ പറഞ്ഞോട്ടെ, ഇത് തീർത്തും തമാശ. എന്നോട് ഇവിടുത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, പേര് ഞാൻ പറയുന്നില്ല, പേര് എനിക്കറിയാം, കുറെ കൊല്ലം മുമ്പ് പറഞ്ഞു, സണ്ണി ജോസഫ് വനം മന്ത്രിയാണ്. കാരണം സുധാകരൻ വനം മന്ത്രിയായി, നൂറുദ്ദീൻ സാഹിബ് വനം മന്ത്രിയായി, അതെല്ലാം ഇവിടുന്ന് കണ്ണൂരിനാണ് വനം മന്ത്രി. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ആത്മാർത്ഥത വ്യക്തമാക്കാൻ അയാൾ ഒരു കാര്യം കൂടെ പറഞ്ഞു. പിന്നെ ഞാൻ 2 തേക്ക് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അത് ഞാൻ മുറിക്കും. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നവരും ഉണ്ട്, സ്വാർത്ഥത ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും എത്തിയിട്ടില്ല, അതിന്റെ ഡിസ്കഷനിലേക്ക് വന്നിട്ടില്ല. അതൊക്കെ സമയത്ത് ആലോചിക്കും. ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് വേണമെന്ന് ഒരു ചർച്ച പുതുതായി വേണ്ടെന്നല്ലേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു. പക്ഷേ അതിന് അർഹതയുണ്ട് എന്ന് മുനവറും പറഞ്ഞു, മുനവർ അലി തങ്ങൾ പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്നു. അല്ല, ഒരു കാര്യം ചരിത്രം നോക്കിയാൽ നമ്മൾ ഈ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം CH വഹിച്ച പദവി, അല്ലെങ്കിൽ കേരളത്തിൽ 2 പ്രാവശ്യം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ആലോചിക്കേണ്ട ഘട്ടമായിട്ടില്ല, വരട്ടെ, റിസൾട്ട് വരട്ടെ, നമുക്ക് ആലോചിക്കാം. കൂടുതൽ സീറ്റ് ഉണ്ടെങ്കിൽ പരിഗണിക്കും. അതല്ല, അതൊക്കെ നമ്മൾ മന്ത്രിസഭയെക്കുറിച്ച്, വകുപ്പുകളെ കുറിച്ച് ഒരു ചർച്ച ഇതുവരെ ആയിട്ടില്ല. ആ ചർച്ചയിൽ PCC ദാറ്റ് വിൽ ബി അൺടൈംലി. അത് നേരത്തെ ആ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, വകുപ്പ്, ഞാൻ നേരത്തെ തമാശ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രതികരിച്ചത്. തമാശ പറയാൻ വേണ്ടി പ്രതികരിച്ചത്, അല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കില്ല. ഈ മന്ത്രിമാരുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ടോ? നമുക്ക് ആലോചിക്കാം. അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനും കൂടെ നോക്കണമല്ലോ. കാരണം കൂടുതൽ പേര് ജയിച്ചു വരുന്നു, കൂടുതൽ ഘടകകക്ഷികളുണ്ട്. UDF-ലാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെലവ് കുറയ്ക്കാനാണ് നോക്കേണ്ടത്. എന്തായിരിക്കും ഇതിൽ മന്ത്രിമാരെ തീരുമാനിക്കുന്നതിൽ ഒരു ക്രൈറ്റീരിയ? അതിനിപ്പോൾ കോൺഗ്രസിനും ഓരോരോ പാർട്ടികൾക്കും അതിൻ്റെതായ ക്രൈറ്റീരിയ ഉണ്ടല്ലോ. പ്രമുഖർ ഒരുപാട് പേരുണ്ട് കോൺഗ്രസിന്റെ ക്രൈറ്റീരിയ എന്താ? ക്രൈറ്റീരിയ അങ്ങനെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, റിട്ടേൺ ക്രൈറ്റീരിയ, ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ഒന്നുമില്ല. അതൊക്കെ ആലോചിച്ചിട്ട് ഇതുവരെ തീർത്ത ഒരു അഴിമതി രഹിതമായി. കാരണം കോൺഗ്രസ് ഭരണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന നറേറ്റീവ് എന്തായിരിക്കും എന്നറിയോ? അഴിമതി ഉണ്ടാകും, സ്വജനപക്ഷപാതം. 2 കാര്യം. ഒന്ന്, ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന, അഴിമതി രഹിത, തികച്ചും അഴിമതി രഹിത, ഹാർഡ് വർക്കിംഗ്, ടീം വർക്കിംഗ്. അതാണ് പരിഗണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത്, എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഈ അഭിപ്രായം ഞാൻ പാർട്ടി നേതൃത്വത്തോടും സഹപ്രവർത്തകരോടും ഞാൻ പറയും. കേരളത്തിലെ ജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കും. വിനയം, ലാളിത്യം, സത്യസന്ധത, ഇതൊക്കെ ഗുണഗണങ്ങളെന്ന് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. പക്ഷേ അതിന് അടിവരയിട്ട് പോകാനുള്ള മോഡൽസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ എഫക്റ്റീവ് ആകണം, നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ വേണം. ഈ ഘടകകക്ഷികളെയെല്ലാം മന്ത്രിസ്ഥാനം കൊടുത്ത് തൃപ്തിപ്പെടുത്തൽ, അത് പ്രതിപക്ഷ നേതാവിൻ്റെയും KPC പ്രസിഡന്റിൻ്റെയും പണിയാണ്. ഇത് പ്രയാസം വരില്ല, ഞങ്ങൾക്ക് എല്ലാവരെയും മാനേജ് ചെയ്തുകൊണ്ടോ. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ CPM വിട്ട് ഇങ്ങോട്ട് വന്ന് മത്സരിച്ചവരുണ്ട്. അവർ നിങ്ങൾക്ക് പാൻ കേരള തന്ന അന്തരീക്ഷം വളരെ വലുതാണ്. കാരണം ഇടതു മുന്നണിയെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു അറ്റാക്കിംഗ് മോഡ് നിങ്ങൾക്ക് തുറന്നു തരുന്നതിൽ പ്രധാനപ്പെട്ട ട്രബിൾ ഷൂട്ടേഴ്സാണ് G. സുധാകരൻ അതുപോലെയുള്ളവർ. ഇവരിൽ ആരെങ്കിലും മന്ത്രിയാവും? അതിപ്പോൾ പറയാനായിട്ടില്ല, എല്ലാം പ്രമുഖരല്ലേ, അത് പറയാനായിട്ടില്ല. G. സുധാകരൻ പരിണിതപ്രജ്ഞനാണെന്ന് ജയിച്ചു വരട്ടെ, റിസൾട്ട് വരട്ടെ, വന്നാൽ പരിഗണിക്കും. റിസൾട്ട് വരട്ടെ എന്നിട്ട് നോക്കാം. അതിൻ്റെ പേരിലേക്ക് ഇപ്പോൾ ഡിസ്കഷൻ ആയിട്ടില്ലല്ലോ. അല്ല, പരിഗണിക്കപ്പെടേണ്ടതല്ല. അല്ലല്ല, അത് ഞാനിപ്പോൾ പറയുന്നില്ല, അത് ഞങ്ങൾ സമയത്ത് ആലോചിക്കും. G. സുധാകരനെ ഒരു ക്യാബിനറ്റിലേക്ക് പരിഗണിക്കേണ്ടതല്ലേ? ഞങ്ങൾ സമയത്ത് ആലോചിക്കും. അതിപ്പം ഞാൻ മാത്രം പറയേണ്ടതോ ഇപ്പോൾ മുൻകൂട്ടി ആലോചിക്കേണ്ടതോ അല്ല. അതിനൊക്കെ ടൈം. MLA ഇരുത്തേണ്ട ആളാണോ? അല്ല, ടൈം ഉണ്ടല്ലോ. നിങ്ങൾ ഏതായാലും ഇത്രയും സമ്മതിച്ചു തന്നെ, MLA ആയി സമ്മതിച്ചത് തന്നെ വളരെ സന്തോഷം. അല്ല, ഞാൻ സമ്മതിക്കുന്നതല്ല, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ജനങ്ങൾക്ക് വരട്ടെ, സംശയങ്ങളാണ്. റിസൾട്ട് വരാതെ തിരക്ക് വേണ്ട. അതിൻ്റെ അകത്ത് മന്ത്രിമാരാരെ വകുപ്പ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡിസ്കഷനും സാധ്യതയില്ല, ഇപ്പോൾ സാധ്യതയില്ല. ഉപമുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു ഡിസ്കഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. ഈ അങ്ങയുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹവും സ്വപ്നവും എന്താണ്? അങ്ങ് പേരാവൂരിൽ നിന്ന് ജയിച്ച് ഒരു മന്ത്രിയാകും. എനിക്ക് എന്തെങ്കിലും ചുമതലകൾ വന്നാൽ കൂടുതൽ എന്നെ വിനയാന്വിതനാക്കണമേ. തെരഞ്ഞെടുപ്പിൽ എൻ്റെ പ്രാർത്ഥന നീതിപൂർവ്വമാക്കണമെന്നാണ്. യഥാർത്ഥ ജനഹിതം വോട്ടിലൂടെ, തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിപ്പിക്കപ്പെടണം. തെരഞ്ഞെടുപ്പ് ഫ്രീ ആൻഡ് ഫെയർ ആകണം. അതായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, നല്ല വിശ്വാസമാണ്. അതായിരുന്നു എൻ്റെ പ്രാർത്ഥന.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.